ഹലോ എവരിവൺ, എല്ലാ ആഴ്ചകളിലും കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഐപ്ലസിന്റെ വീക്കിലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള കുറച്ച് ടോപ്പിക്കുകളും നോക്കാം. നോക്കൂ, നമ്മുടെ IFFK ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പായൽ കപാഡിയയുടെ ഒരു ന്യൂസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പായൽ കപാഡിയയ്ക്ക് മറ്റേ ഗ്രാൻഡ് പ്രിക്സ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കിട്ടിയ കാര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IFFKയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ന്യൂസാണിത്. ബ്രസീലിയൻ ഫിലിം മാലു വെൻസ് ദ സുവർണ ചകോരം for best film at the 29th International Film Festival of Kerala. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFKയുടെ 29ാമത് വെർഷനിലെ ബെസ്റ്റ് ഫിലിമിന് കൊടുക്കുന്ന അവാർഡാണ് സുവർണ ചകോരം. അപ്പോൾ ബെസ്റ്റ് ഫിലിമിനാണ് IFFKയിൽ ആ ഒരു അവാർഡ് കൊടുക്കുന്നത്. അത് ലഭിച്ചിരിക്കുന്നത് ബ്രസീലിയൻ ഫിലിമായ മേളൂനാണ്. ഓക്കെ. Then the Tibetan director Fasil Muhammad's Feminici Fatima emerged as the standout winner, securing 5 major awards including അതായത് പുതുമുഖ സംവിധായകനായ ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ ഒരുപാട് ചർച്ചയായതാണ് IFFKയിൽ. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബെസ്റ്റ് എമർജിംഗ് സ്റ്റാൻഡൗട്ട് ഫിലിമായി മാറി. ഒപ്പം അത് 5ഓളം അവാർഡുകൾ ബാഗ് ചെയ്തിട്ടുണ്ട്. ജൂറി പ്രൈസ്, FIPRAC അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം ഇൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, ദെൻ നെറ്റ്പാക്ക് അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം ഫിലിം, സ്പെഷ്യൽ മെൻഷൻ ഇൻ FFSI KR മോഹനൻ അവാർഡ് ആൻഡ് ഓഡിയൻസ് പോൾ അവാർഡ്. ഈ അവാർഡുകൾ ഉൾപ്പെടെ വളരെ ചർച്ചയായ ഒരു സിനിമയായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോൾ 29ാമത് എഡിഷൻ ഓഫ് IFFK ആണ് ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് നോക്കാം. PM മോദി അവാർഡ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. PM മോദി അവാർഡ് എന്നല്ല, PM മോദി വാസ് അവാർഡ് എന്നാണ് കേട്ടോ. അപ്പം നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ചിട്ടുണ്ട്. ഓക്കെ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിസീവ്ഡ് കുവൈറ്റ്സ് ഹയസ്റ്റ് ഓണർ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ഈ അവാർഡിന്റെ പേരാണ് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന്. കുവൈറ്റിന്റെ ഹയസ്റ്റ് ഓണർ ആണ്, പരമോന്നത ബഹുമതിയാണ് ഈ പറയുന്നത്. ദിസ് വാസ് ദ 20th ഇന്റർനാഷണൽ ഓണർ ഗിവൺ ടു PM മോദി ബൈ എ കൺട്രി. ഒരു രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നൽകുന്ന 20ാമത്തെ അവാർഡാണ്, അതായത് 20ാമത്തെ ഹോണറാണിത്, ഇന്റർനാഷണൽ ഹോണറാണിത്. ഓക്കെ. അദ്ദേഹം അധികാരത്തിൽ വന്ന് 2014 നമുക്കറിയാമല്ലോ. ഇപ്പോൾ 2024 ഏകദേശം 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് 20ഓളം അന്താരാഷ്ട്ര ബഹുമതികൾ ഇത്തരത്തിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ഈസ് ദ നൈറ്റ്ഹുഡ് ഓർഡർ ഓഫ് കുവൈറ്റ്. ഇറ്റ് ഈസ് അവാർഡഡ് ടു ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് foreign sovereigns and to members of foreign royal families as a sign of friendship. ഒരു സൗഹൃദത്തിന്റെ സൂചകമായിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഇത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്ര തലവന്മാർക്ക്, അതുപോലെ ഫോറിൻ സോവറൻസ്, വിദേശത്തുള്ള പരമാധികാരികൾക്ക്, ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫോറിൻ റോയൽ ഫാമിലീസ് ആസ് എ സൈൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. വിദേശത്തുള്ള രാജകുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്കൊക്കെ ഇത് നൽകാറുണ്ട് ആസ് എ സൈൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത 2ാമത്തെ വിഷയം. നെക്സ്റ്റ് നോക്കിയോളൂ. തബല മാസ്ട്രോ സക്കീർ ഹുസൈൻ പാസ. നമ്മൾ ഈ അടുത്തിടെ തന്നെ വാർത്തയിൽ കണ്ടൊരു കാര്യമായിരുന്നു അല്ലേ. തബല മാന്ത്രികനായിരുന്ന സക്കീർ ഹുസൈൻ അന്തരിച്ചു, മരണപ്പെട്ട വിവരം. ഓക്കെ. വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ തബല മാസ്ട്രോസ് ഓഫ് ഹിസ് ജനറേഷൻ ഉസ്താദ് സക്കീർ ഹുസൈൻ ഡൈഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, USA സാൻ ഫ്രാൻസിസ്കോയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഉസ്താദ് സക്കീർ ഹുസൈൻ ഡൈഡ് ഡ്യൂ ടു കോംപ്ലിക്കേഷൻസ് അറൈസിങ് ഔട്ട് ഓഫ് ഇഡിയോപാത്തിക് പൾമണറി ഫൈബ്രോസിസ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ആ ഒരു കണ്ടീഷനെ പറഞ്ഞ് ഇഡിയോപാത്തിക് പൾമണറി ഫൈബ്രോസിസ്. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് മരണപ്പെട്ടത്. ഹുസൈൻ വൺ 4 ഗ്രാമി അവാർഡ്സ് വിച്ച് ആർ കൺസിഡേർഡ് ടു ബി ദ ഹയസ്റ്റ് മ്യൂസിക് അവാർഡ് ഓഫ് ദി വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും പരമോന്നതമായ മ്യൂസിക് അവാർഡ് എന്ന് പരിഗണിക്കപ്പെടുന്ന ഗ്രാമി അവാർഡ് 4 തവണ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി, 4ഓളം ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഉസ്താദ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് 3 ഗ്രാമി അവാർഡ്സ് അറ്റ് ദ 66th ഗ്രാമി അവാർഡ്സ് ഇൻ 2024. 2024 ഗ്രാമി അവാർഡ്സിൽ 3 ഗ്രാമി അവാർഡുകൾ നേടിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു ഹോണർ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവുകയും ചെയ്തിരുന്നു. അപ്പോൾ
ഉസ്താദ് സക്കീർ ഹുസൈൻ തബല മേഷ. ഇപ്പം ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് മ്യൂസിക് എന്ന ഫീൽഡുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ തോന്നുമെങ്കിലും ഇത് ഇദ്ദേഹം തബലിസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് ടോപ്പിക് നോക്കിയുള്ളൂ. കെ ജയകുമാർ ബാക്സ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഫോർമർ കേരള ചീഫ് സെക്രട്ടറി, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഫോർമർ കേരള ചീഫ് സെക്രട്ടറി ആൻഡ് റെനോൺഡ് റൈറ്റർ കെ ജയകുമാർ ഹാസ് ബാക്ക്ഡ് ദ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് പോയം പിങ്കള കേശിനി. The prestigious award includes a cash prize of ₹1 lakh, a citation and a memento. അതായത് ഒരു ഫലകവും ഒരു പ്രശസ്തി പത്രവും 1,00,000 രൂപ അടങ്ങുന്ന ഈ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചത് പിങ്കള കേശിനി എന്ന അദ്ദേഹത്തിന്റെ കവിതയ്ക്കാണ്. ഓക്കെ, കവിതാ സമാഹാരത്തിനാണ്. അപ്പോൾ ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് കെ ജയകുമാർ ലഭിച്ചത്. അദ്ദേഹം ഒരു മുൻ ചീഫ് സെക്രട്ടറി, കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇൻ 2021 കെ ജയകുമാർ റിസീവ്ഡ് ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡും കെ ജയകുമാറിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് നോക്കാം. 2024 ഫിഫ ബെസ്റ്റ് അവാർഡ് വിന്നേഴ്സ്. ഫിഫ പ്രഖ്യാപിച്ചു. ഫിഫ അറിയാമല്ലോ, ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. അപ്പോൾ ഫിഫ 2024 പ്രഖ്യാപിച്ചിരിക്കുന്നത് ബെസ്റ്റ് അവാർഡ്സുകളാണ്. ബെസ്റ്റ് ഫിഫ വിമൻസ് പ്ലെയർ ഐറ്റാന ബോൺമാറ്റി ഓഫ് സ്പെയിൻ. സ്പെയിനിലെ ഐറ്റാന ബോൺമാറ്റിയാണ് ബെസ്റ്റ് ഫിഫ വിമൻസ് പ്ലെയർ ആയിട്ട് 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ എന്ന് പറയുന്നത് വിനിഷ്യസ് ജൂനിയർ ഓഫ് സ്പെയിൻ. സ്പെയിനിലെ വിനിഷ്യസ് ജൂനിയറിനാണ്. അതുപോലെ ബെസ്റ്റ് ഫിഫ വിമൻസ് പ്ലെയർ വിമൻസ് ഗോൾ കീപ്പർ അലീസ നെഹർ ഓഫ് ദ യു.എസ്.എ ടീമിന്റെ ഗോൾ കീപ്പറായ വനിതാ ഗോൾ കീപ്പറായ അലീസ നെഹറാണ് ബെസ്റ്റ് വിമൻ ഗോൾ കീപ്പർ. അതുപോലെ ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഓഫ് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ആണ് ബെസ്റ്റ് മെൻ ഗോൾ കീപ്പർ ഈ 2024. അതുപോലെ ബെസ്റ്റ് ഫിഫ വിമൻസ് കോച്ച് എമ്മ ഹെയ്സ്, കോച്ച് ഓഫ് US വിമൻ ടീം, US വനിതാ ടീമിന്റെ കോച്ചായ എമ്മ ഹെയ്സ് ആണ് 2024 ബെസ്റ്റ് വനിതാ കോച്ചായിട്ട് ഫിഫ തിരഞ്ഞെടുത്തത്. അതുപോലെ ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് കാർലിനോ ആൻസലോട്ടി, കോച്ച് ഓഫ് റയൽ മാഡ്രിഡിന്റെ കോച്ചിനാണ് 2024 ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് എന്ന ബഹുമതി ലഭിച്ചിരിക്കും. അപ്പോൾ ഫിഫയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ബെസ്റ്റ് പ്ലെയർ ആൻഡ് ബെസ്റ്റ് വിമൻ പ്ലെയർ. ഓക്കെ, ശരി, നെക്സ്റ്റ് നോക്കിയോളൂ. അശ്വിൻ റിട്ടയേഴ്സ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ് അല്ലേ. അപ്പം കായിക ലോകത്തിൽ നടുക്കിക്കൊണ്ടുള്ള ഒരു റിട്ടയർമെന്റ് ആയിരുന്നു ഇദ്ദേഹം നടത്തിയത്. ഇപ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ചുകളുടെ ഇടയിൽ ആ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ടീമിലുണ്ടായിരുന്ന അശ്വിൻ 2 ടെസ്റ്റിലും കളിച്ച വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ടെസ്റ്റുകൾ അദ്ദേഹം കളിക്കുന്നില്ല. ഒരു സീരീസിനിടയ്ക്ക് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു വൈവിധ്യം കൂടി ഇതിനുണ്ടെന്നുള്ള കാര്യം നേരത്തെ മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ഇതുപോലെ ഒരു സീരീസിനിടയ്ക്ക് റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അശ്വിനും ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സീരീസിനിടയിൽ വെച്ച് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇന്ത്യ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഹാസ് റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ദ 38-year-old the 7th highest wicket taker in test history. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള 7ാമത്തെ വ്യക്തിയാണ് 38ാമത്തെ വയസ്സിൽ രവിചന്ദ്രൻ അശ്വിൻ. made the announcement after the drawn third test against Australia in ബ്രിസ്ബെയിനിൽ സമനിലയായ ടെസ്റ്റിന്റെ ശേഷമാണ് അദ്ദേഹം ഈ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത്. അശ്വിൻ is India's second highest wicket taker in test matches after Anil Kumble's 619 വിക്കറ്റ്സ്. ഓക്കെ, അനിൽ കുംബ്ലെ 619 വിക്കറ്റ് നേടി ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ നേടി മുൻപിൽ നിൽക്കുന്നു. 2ാം സ്ഥാനത്തോട് ഇന്ത്യക്കാരനായ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ നേടി 2ാമത്തെ ഇന്ത്യക്കാരൻ എന്നുള്ള ബഹുമതി രവിചന്ദ്രൻ അശ്വിനാണ്. അദ്ദേഹത്തിന് 537 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ രവിചന്ദ്രൻ അശ്വിൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. രാജേന്ദ്ര ആർലേക്കർ ന്യൂ കേരള ഗവർണർ. കേരളത്തിന്റെ പുതിയ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിട്ട് പുതിയ ഗവർണറിനെ പ്രസിഡന്റ് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്ര ആർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് മുഴുവൻ പേര്. പ്രസിഡന്റ് ദ്രൗപദി മുർമു അപ്പോയിന്റഡ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആസ് ദ ന്യൂ ഗവർണർ ഓഫ് കേരള. He replaces Arif Muhammad Khan, who will now serve as the governor of Bihar. ബീഹാർ ഗവർണർ ആയിട്ട് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ ബീഹാറിന്റെ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്
ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഗവർണർ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എക്സ്ചേഞ്ച് കൊണ്ട് ഓർത്തിരിക്കുക എളുപ്പമാണ്. സാധാരണഗതിയിൽ ഇദ്ദേഹത്തിന് കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണെന്നൊരു ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുൻപ് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇദ്ദേഹം മുമ്പ് ബീഹാറിന് ഗവർണർ ആയിരുന്നു, അവിടെ നിന്ന് നേരെ കേരളത്തിലെ ഗവർണറാക്കി അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിൻ്റെ ഗവർണറായിട്ടും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, രാജേന്ദ്ര ആർലേക്കർ വിൽ ബി ദ 23rd ഗവർണർ ഓഫ് കേരള. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് ആർലേക്കർ. പ്രീവിയസ്ലി സെർവ്ഡ് ആസ് ഗവർണർ ഓഫ് ഹിമാചൽ പ്രദേശ് ആൻഡ് ബീഹാർ. ബീഹാറിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും ഗവർണർ ആയിരുന്ന വ്യക്തിയാണ്. അതുപോലെ ഗോവ നിയമസഭയിലെ അംഗം കൂടിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയും ടോപ്പിക്കിലാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.